അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയുന്ന വിഷയം മയ്യത്തിൻ്റെ പേരിൽ കരയാം, അതെങ്ങനെ കരയാം എന്നതിനെ കുറിച്ചാണ്. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ ഉമറിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ ഉബാദത്തിന്റെ രോഗം കാണാൻ പോയി. അബ്ദുറഹ്മാൻ ബിൻ ഔഫും സഅദ് ബിൻ അബി വഖാസും അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് കണ്ട് ആളുകളും കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ലേ? കണ്ണുനീരൊഴുക്കുന്നത് കൊണ്ടോ ഹൃദയവ്യത കൊണ്ടോ അള്ളാഹു ശിക്ഷിക്കുകയില്ല, പക്ഷേ ഇതുകൊണ്ടാണ് അള്ളാഹു ശിക്ഷിക്കുക. തൻ്റെ നാവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത്. വഅൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിഅ ഇലൈഹി ബിനതിഹി വഹുവ ഫിൽ മൗത്ത് ഫഫാദത് ഐന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല ലഹു സഅദുൻ മാ ഹാദാ യാ റസൂലല്ലാഹ് ഖാല ഹാദിഹി റഹ്മത്തുൻ ജഅലഹു അല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദിഹി വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹ്മാ. ഹസ്രത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ മകനെ മരണാസന്നനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു നേത്രങ്ങളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു തൻ്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള കാരുണ്യമാണിത്. കരുണ കാണിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ. ഹസ്രത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുത്രൻ ഇബ്രാഹിമിന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. ഇബ്രാഹിം അപ്പോൾ അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങും കരയുകയാണോ? നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ഇബ്നു ഔഫ്, കാരുണ്യത്തിന്റെ കണ്ണീരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ചിലത് പറഞ്ഞു, കണ്ണീരൊഴുക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നാഥൻ തൃപ്തി ഉള്ളതല്ലാത്തതൊന്നും നാം പറയുന്നില്ല. ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. പ്രിയമുള്ളവരെ, വേർപാടിൽ, അതായത് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. അതൊരിക്കലും കുറ്റകരമല്ല. പക്ഷേ വേണ്ടതും വേണ്ടാത്തതും എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള വിലാപവും അട്ടഹാസവും മാറത്തടിയും മറ്റും കുറ്റകരമാണ്. അത്തരത്തിലുള്ള കരച്ചിൽ കുറ്റകരമാണ്. അള്ളാഹു ശരിയായ രീതിയിലുള്ള പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ അത് ഉപകാരപ്രദമാകും.